ക്ലിയർ ആകെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്ത് പല രാജ്യങ്ങളിലായിരിക്കുന്ന ദൈവമക്കളുമായിട്ട് ചേർന്ന് എനിക്കും ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിൽക്കുവാൻ ഒരവസരം കൂടെ ദൈവസഭ ദൈവദാസൻ എനിക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തിന് ഞാൻ ഒത്തിരി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം എനിക്ക് തന്ന മെസ്സേജ് നമുക്ക് ഒരുമിച്ച് ഈ രാത്രികാലം ശ്രദ്ധിക്കുവാനായിട്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് നമുക്ക് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഒരു വാക്യം കൂടെ വായിക്കാം. അതിന്റെ 13-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. 13-ാമത്തെ വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-16 വാക്യം വായിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതിനോട് ചേർന്ന് തന്നെ 13-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 16-ന്റെ യോഹന്നാൻ 16-13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ കേട്ട ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടെ ഈ രാത്രികാലം ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനെ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും ഈ കൂട്ടായ്മയും അങ്ങ് അറിയുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. കടന്നു വന്ന ജനത്തെ അവിടെ നന്നായിട്ട് അറിയുന്നല്ലോ. അടിയനെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അടിയനെയും അവിടുന്ന് അറിയുന്നല്ലോ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടിട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരുവാനിടയാകാതെ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകുവാനിടയാകാതെ എല്ലാവരും അങ്ങയുടെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. അടിയനെയും താഴ്ത്തുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നാം ഇവിടെ വായിച്ച വാക്യങ്ങൾ, ഒന്നാമത്തെ വാക്യം റോമാലേഖനം 8-1 നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. 13 നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇവിടെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവം തിരഞ്ഞെടുത്ത ഈ പരിശുദ്ധാത്മാവ് തന്നെ അകത്തു വസിക്കുന്ന, ദൈവം ഉപയോഗിക്കുന്ന തൻ്റെ ദാസന്മാരിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവഹിതം സഭയോട് അറിയിച്ചതാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നിങ്ങൾ ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ക്രിസ്തുവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിന്റെ പൈതൽ ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ, ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം അവൻ അനുസരിക്കുന്നില്ല എങ്കിൽ ദൈവം തീർത്ത് പറയുകയാണ്, ദൈവത്തിന്റെ വചനം തീർത്ത് പറയുകയാണ്, അവൻ മരിക്കും. മരണം എന്ന് പറഞ്ഞാൽ ഈ ജഡമരണമല്ല, അവൻ നിത്യ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. അവൻ നിത്യമായി മരിക്കും. അപ്പം നാം ആരും മരിക്കാതിരിക്കുവാൻ, നിത്യമരണത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് തൻ്റെ ജീവൻ നമുക്ക് പകരമായിട്ട് കാൽവറിയിൽ അർപ്പിച്ചത്. കാൽവറിയിൽ അർപ്പിക്കുക മാത്രമല്ല, അവൻ നമ്മെ അവന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. എന്നിട്ട് അവർ നമുക്കൊരു വലിയ വാഗ്ദത്തം തന്നു. ആ വാഗ്ദത്തമാണ് നാം വായിച്ചത്. യോഹന്നാൻ 14
15 മുതൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ എന്തിനാണ് സത്യത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നത്? നാം സകല സത്യത്തിലും വഴി നടക്കുവാൻ. എങ്ങനെ? ആ പരിശുദ്ധാത്മാവിൽ നാം നയിക്കപ്പെടുവാൻ. നമ്മിൽ വസിക്കുന്ന, നമ്മുടെ ആത്മാവിനെയല്ല, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം ദൈവത്തിന്റെ വഴികളിൽ കൂടെ നടക്കുവാൻ വേണ്ടി. അങ്ങനെ ദൈവത്തെ നാം അനുസരിച്ച്, ആത്മാവിനെ അനുസരിച്ച് നാം നടക്കുമ്പോൾ മാത്രമേ നാം നിത്യതയിൽ പ്രവേശിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മാത്രമേ ഒരു നിത്യജീവൻ നമുക്ക് ലഭിക്കൂ എന്നാണ് ഇവിടെ തിരുവചനം വളരെ വ്യക്തമായി പറയുന്നത്. അപ്പോൾ നാം ആത്മാവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ നാം മരിക്കുമെന്ന്. ജഡമരണമല്ല, നാം നിത്യമരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വേദഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ വചനത്തെ കാണുവാൻ, നിയമങ്ങളെ കാണുവാൻ കഴിയും. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. ഈ നിയമങ്ങൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടം, നിയമങ്ങൾ ഇല്ലാത്തൊരു കാലഘട്ടം, അതായത് മോശയുടെ ന്യായപ്രമാണത്തിന് മുൻപുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മോശയുടെ ന്യായപ്രമാണത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം പുതിയ നിയമം, യേശുവിന്റെ ന്യായപ്രമാണം, യേശുവിന്റെ പ്രമാണങ്ങളുള്ള നമ്മുടെ ഈ കാലം, കൃപായുഗം. ഈ 3ആയിട്ട് ഈ കാലഘട്ടത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ന്യായപ്രമാണത്തിന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരു മനുഷ്യന്റെ ആയുസ്സിനെ നമുക്ക് ആദ്യത്തെ ആ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കാണുവാൻ കഴിയുന്നത് 900 വർഷങ്ങളോളമാണ് ഒരു മനുഷ്യന്റെ ആയുസ്. 900 വർഷം. എന്നാൽ ന്യായപ്രമാണ കാലത്ത് വന്നപ്പോൾ അത് 120 അതിലേക്ക് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. 120 നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്കൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് കാണാം, ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് 70 ഏറെയാൽ 80. അപ്പോൾ ഓർക്കണം, പാപം ചെയ്ത മനുഷ്യൻ 900 വർഷം വരെ പാപികളായിട്ട് ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുവാൻ ദൈവത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കാം ദൈവം അവന്റെ ആയുസിനെ കുറച്ചു, അവന്റെ ആയുസിനെ ചുരുക്കി. 120 കഴിഞ്ഞ് 70 ഏറെയാൽ 80. അങ്ങനെ അധിക കാലം ഈ ദുഷ്ടന്റെ അധീനതയിലുള്ള ഈ ഭൂമിയിൽ ഒരു ദൈവത്തിന്റെ പൈതൽ കഷ്ടത അനുഭവിക്കാതെ എത്രയും വേഗം ദൈവം അവനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യജീവങ്കലേക്ക്, അവസാനമില്ലാത്ത ആ യുഗായുഗങ്ങളിലേക്ക് അവൻ പ്രവേശിക്കുവാൻ വേണ്ടി ദൈവം അവന്റെ ആയുസിനെ ചുരുക്കി. ഞാൻ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? ഹല്ലേലൂയ. എത്ര സ്നേഹവാനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എത്ര സ്നേഹവാനാണ് നമ്മുടെ ദൈവം. അല്ലെങ്കിൽ 900-ന് മേൽ ആയുസ്സുണ്ടായിരുന്ന മനുഷ്യനെ വെറും 70 ഏറെയായാൽ 80 വർഷം മാത്രം ജീവിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനോട് കാണിച്ച ആ മഹാഭാഗ്യം, ആ മഹാസ്നേഹം, അത് എത്ര വലുതാണ്. എന്നിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഈ 900 വർഷങ്ങൾ ആയുസ്സുണ്ടായിരുന്നിട്ടും അന്നുള്ള ദൈവത്തിന്റെ ഭക്തന്മാർ അവർ ദൈവത്തെ അനുസരിച്ചു. നമുക്ക് കാണുവാൻ കഴിയും, ആ 300-ലധികം വർഷമുള്ള ഹാനോക്ക്, വയസ്സുള്ള ഹാനോക്ക്, അവൻ ദൈവത്തോട് കൂടെ നടന്നു, ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അപ്പോൾ ഹാനോക്ക് നമ്മെ പോലൊക്കെ തന്നെയായിരുന്നു, കുടുംബജീവിതം ഉള്ളവനായിരുന്നു, കുടുംബമുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, സമൂഹ ജീവിതത്തിൽ ജീവിച്ചവനായിരുന്നു. പക്ഷെ അപ്പോഴും അവൻ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ ആ പഴയ നിയമത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ഇയ്യോബിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വായിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. എൻ്റെ ദൈവമേ, ഇങ്ങനെയും ഒരു മനുഷ്യന് ജീവിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇയ്യോബ് ആ കാലത്തിൽ ന്യായപ്രമാണമില്ല, വചനമില്ല, എങ്ങനെ നമ്മെ പോലെ ബൈബിളില്ല,
ഒരു കൂട്ടായ്മ എന്ന് എനിക്ക് അറിയത്തില്ല, അതിനെക്കുറിച്ചൊന്നും കാണുന്നില്ല. ഡെയിലി ഒന്നും വചനം കേൾക്കുന്ന വ്യക്തിയല്ല ഇയ്യോബ്. ഡെയിലി നമ്മെ പോലെ ഇന്നിപ്പോ നമ്മൾ തുടർമാനമായിട്ട് കേരളത്തിലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പ്രസംഗകരുടെ മെസ്സേജ് കേട്ട് ഇങ്ങനെ ശക്തിയോടെ ഇരിക്കുക, ആത്മാവിലൊക്കെ ബലപ്പെട്ടിരിക്കുക, ഡെയിലി കേൾക്കുക. ഓരോ മാസവും ഉണ്ട് ഇതുപോലെ നമുക്ക് മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ ഞായറാഴ്ച മീറ്റിങ്ങുകൾ, മീറ്റിങ്ങുകൾ, ഇതെല്ലാം നമുക്കുണ്ട്. എന്നാൽ ഇയ്യോബിനെ സംബന്ധിച്ച് ഇയ്യോബ് ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ നിന്നെ കുറിച്ച്. ഒരു കേൾവി മാത്രമേ എന്നോ ഒരു കേൾവി മാത്രം കേട്ട ഇയ്യോബ് അവന്റെ ഒരു പുരുഷായുസ് മുഴുവൻ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ചു. ഇന്ന് നമ്മളിത് പറയുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, ഡെയിലി വചനം കേൾക്കുന്ന നാം എപ്രകാരമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുന്നതെന്ന് നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു കേൾവി മാത്രം കേട്ടിട്ട് ഒരു പുരുഷായുസ് മുഴുവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നടന്ന ഇയ്യോബിനെ കുറിച്ച് ദൈവം ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞു, ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മഹാസ്നേഹം നിമിത്തം തന്റെ പുത്രനെ നമുക്ക് പകരം യാഗമാക്കി തീർത്തിട്ട് അവന്റെ രക്തത്താൽ, നമ്മുടെ പ്രവർത്തികൾ നിമിത്തം പോലുമല്ല, നമ്മുടെ പ്രവർത്തികൾ നിമിത്തം അല്ല, വിശ്വാസത്താൽ നമ്മുടെ സകല പാപവും ക്ഷമിച്ച് പോക്കി നമ്മെ ശുദ്ധീകരിച്ചിട്ട് സകല സത്യത്തിലും വഴി നടത്തുവാൻ നമ്മിൽ കുടികൊണ്ട് നമ്മുടെ ആയുസിന്റെ അന്ത്യം വരെയും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ട്, വാഗ്ദത്തം ചെയ്തിട്ട്, തന്നിട്ടെന്നല്ല ഞാൻ പറയുന്നത്, വാഗ്ദത്തം ചെയ്തിട്ട് സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവചനവും നമ്മുടെ ഭാഷയിൽ തന്നിട്ട് നാം എത്ര പേർ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നു? ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവവചനം കേട്ട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം പറഞ്ഞ് വിടുവാൻ വേണ്ടിയല്ല നാം ചിന്തിക്കണം. ഇയ്യോബ് എന്ന ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന ഒരു വ്യക്തിയെ ദൈവം നോക്കിയപ്പോൾ അവനിൽ ദൈവം കണ്ടത്, അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു, അവൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു, അവൻ ഭക്തനായിരുന്നു. എന്നാൽ നമ്മെ നോക്കുമ്പോൾ അതേ ദൈവം തന്നെ അക്കാലത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ അവൻ സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ തങ്ങൾ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കുവാൻ തന്നിൽ ഏകാഗ്രതയോടെ ആശ്രയിക്കുന്ന തന്റെ ഭക്തനെ ദുഷ്ടനിൽ നിന്ന് വിടുവിക്കുവാൻ ആരെങ്കിലും എന്നെ ഏകാഗ്രതയോടെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പെട്ട വ്യക്തിയാണ് ഇയ്യോബ്. ആ കാലത്ത് ഇയ്യോബിന്റെ മേൽ ആ ദൃഷ്ടി പതിഞ്ഞുവെങ്കിൽ ഈ കാലത്ത് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചാൽ, ദൈവത്തിന്റെ ആ കണ്ണ് ഊടാടി സഞ്ചരിക്കുമ്പോൾ ആ കണ്ണ് നമ്മുടെ മേൽ പതിഞ്ഞാൽ നമ്മെ നോക്കി ദൈവത്തിന് പറയുവാൻ കഴിയുമോ, ഇന്ന വ്യക്തി ബിജു നിഷ്കളങ്കൻ, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവൻ, ദൈവഭക്തൻ എന്ന് പറയുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ദൈവമക്കളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഇയ്യോബ്, അവൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ അവന് സഹായമായിട്ട് ഒന്നുമില്ല, അവന് പ്രമാണമില്ല, ന്യായപ്രമാണമില്ല, അവനൊരു കൂട്ടായ്മയില്ല.
എഴുതപ്പെട്ട വചനമില്ല. ഇയ്യോബ് പറയുന്നു, ഒരു കേൾവി മാത്രമേ നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ. ദൈവമക്കളെ, ഒരു കേൾവി മാത്രം കേട്ട ഇയ്യോബ്, ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായത്തിൽ നമുക്കൊന്ന് എടുക്കാം. ഇയ്യോബ് 31. ഇയ്യോബ് 31 മുഴുവൻ നമ്മളൊന്ന് വായിക്കുമ്പോൾ സത്യത്തിൽ കർത്താവേ, ഇങ്ങനെയാണോ ഒരു ഭക്തന്റെ ജീവിതം? ഇങ്ങനെ ജീവിച്ചാൽ മാത്രമേ ദൈവത്തിന് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ കഴിയത്തുള്ളൂ എന്ന് ചിന്തിച്ച് തകർന്നു. 31 ഒന്നിങ്ങനെ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ഇയ്യോബിന്റെ മേലൊരു നിയമമില്ല, ഇയ്യോബിന് ദൈവം കൊടുത്തൊരു നിയമമില്ല. പക്ഷെ ഇയ്യോബിന്റെ മേൽ ദൈവഭയത്തിൽ ഒരു നിയമം കൊടുക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നോ ദൈവമക്കളെ? ഇയ്യോബിനൊരു നിയമമില്ല, ദൈവം കൊടുത്തൊരു നിയമം ഇയ്യോബിനില്ല. പക്ഷെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവ നിയമം വെക്കാതിരിക്കുമ്പോൾ അവനൊരു നിയമം വെച്ചിരിക്കുക. ഇത് ദൈവത്തിന്റെ ഹിതമെന്ന് അവൻ വിശ്വസിച്ചു. ഒരു കേൾവി മാത്രമേ അവൻ കേൾക്കുന്നുള്ളൂ. ഇയ്യോബിനെ കുറിച്ച് എന്നോ ഒരു കേൾവി മാത്രം കേട്ടിട്ടുള്ള അവൻ, ദൈവത്തെ കുറിച്ച് ഒരു കേൾവി മാത്രം കേട്ടിട്ട് ദൈവം എന്റെ മുൻപിൽ നിൽക്കുന്നു എന്ന് വിശ്വസിച്ചവനാണ് ഇയ്യോബ്. ഒരു കേൾവി മാത്രം കേട്ടിട്ട് ഒരു പുരുഷായുസ് മുഴുവൻ യഹോവയെ മുൻപിൽ വെച്ചവനാണ് ഇയ്യോബ്. ഹല്ലേലൂയ. തന്നെത്താൻ ഒരു നിയമമുണ്ടാക്കി. അവൻ പറയുക, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ എങ്ങനെ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവശക്തൻ തരുന്ന അവകാശവും എന്ത്? നീതി കെട്ടവന് അപായവും ദുഷ്പ്രവൃത്തിക്കാർക്ക് വിപത്തുമല്ലയോ? എൻ്റെ വഴികളെ അവൻ കാണുന്നില്ലയോ? യോബ് പറയുക, ഞാൻ ഇങ്ങനെ ഈ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആവർത്തന വിരസത ഉണ്ടാകരുത്. ഒരു കേൾവി മാത്രം കേട്ടവൻ പറയുകയാണ്, എൻ്റെ വഴികളെ അവൻ കാണുന്നില്ലയോ? എൻ്റെ കാലടികളൊക്കെയും അവൻ എണ്ണുന്നില്ലയോ? ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ, എൻ്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ, ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. എൻ്റെ കാലടി വഴി വിട്ടു മാറിയെങ്കിൽ, എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിനെ പിന്തുടർന്നുവെങ്കിൽ, വല്ല കറയും എൻ്റെ കൈക്ക് പറ്റിയെങ്കിൽ, ഞാൻ വിതച്ചത് മറ്റൊരുത്തൻ തിന്നട്ടെ, എൻ്റെ സന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ എന്ന്. യോബ് പറയുക, എൻ്റെ കണ്ണ് പോയതിന്റെ പുറകെ എൻ്റെ ഹൃദയം പോയിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ എന്ന്. ഞാനൊരു അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ ന്യായം വിധിക്കട്ടെ എന്ന്. ഞാനൊരു ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ എന്ന്. അവൻ ശിക്ഷിക്കാൻ അധികാരം, താഴോട്ട് വായിക്കുമ്പോൾ അവന് ശിക്ഷിക്കാൻ അധികാരമുണ്ടല്ലോ. യോബ് ഈ സുബോധമില്ലാതെ പറയുകയല്ല. എന്റെ സ്നേഹിതന്മാർ യോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടത കണ്ടുകൊണ്ട് സ്നേഹിതന്മാർ ഒരു കാര്യം നിശ്ചയിച്ചു. ഇവൻ പാപം ചെയ്തത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ സംഭവിച്ചത്. ഇവൻ കന്യകമാരെ നോക്കിയത് കൊണ്ടാണ്, കന്യകമാരോട് ഇവൻ അപമര്യാദയായിട്ട് പെരുമാറിയത് കൊണ്ടാണ് ഇവനിത് സംഭവിച്ചത്. ഇവൻ രഹസ്യത്തിൽ ഇവൻ പാപം ചെയ്യുന്നത് കൊണ്ടാണ് ഇവനിത് സംഭവിച്ചത്. ഇവൻ അനാഥരെയും വിധവകളെയും ഇവൻ അവഗണിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇവൻ യോബ് എന്ന് പറഞ്ഞാൽ ബഹുസമ്പന്നനായിരുന്നു, മഹാസമ്പന്നനായിരുന്നു. ഇഷ്ടം പോലെ പൊന്നും വെള്ളിയും ആവശ്യത്തിലധികം ബഹുസമ്പന്നൻ. അപ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ വലിയ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ദൈവഭയത്തിലൊക്കെ നടക്കുന്നുവെങ്കിലും ഇവന്റെ സമ്പത്ത് ഇവൻ എന്തൊക്കെയോ ആശ്രയിച്ചു. ഇവന്റെ ഹൃദയം സമ്പത്തിൽ ആശ്രയിച്ചിട്ടുണ്ട്. ഇവൻ ഇടയ്ക്ക് എന്നോ ദൈവത്തെ വിട്ടുമാറിയിട്ടുണ്ട്.
ഈ 31 താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ ഇയ്യോബിന്റെ എതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഇയ്യോബ് അതിനെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട്. ഇവിടെ വ്യക്തമായി ഇയ്യോബ് മറുപടി കൊടുക്കുക. ഒരു ദരിദ്രന്റെ ആഗ്രഹം, ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ, വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ, അനാഥന് അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് എൻ്റെ ആഹാരം കഴിച്ചെങ്കിൽ, ബാല്യം മുതൽ ഞാൻ അപ്പൻ എന്ന പോലെ അവനെ വളർത്തുകയും ജനിച്ചതു മുതൽ അവളെ പരിപാലിക്കുകയും ചെയ്തുവല്ലോ. നമ്മളെ പോലെ അല്ലായിരുന്നു ഇയ്യോബ്. നമ്മളൊക്കെ ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദശാംശം കൊണ്ട് കൊടുക്കും, ദശാംശം കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് എന്തെങ്കിലും കൊടുക്കും. പക്ഷെ ഇയ്യോബ് അങ്ങനെയല്ലായിരുന്നു. ഇയ്യോബിന്റെ അടുക്കൽ വന്ന, ഇയ്യോബിൽ ആശ്രയിച്ചു വന്നവരെ ഒരിക്കൽ പോലും ഇയ്യോബ് നിരാശയോടെ മടക്കി അയച്ചിട്ടില്ല. അന്നൊക്കെ വസ്ത്രത്തിന് വലിയ വിലയുള്ള കാലമാണ്. വസ്ത്രത്തിന് വില എന്ന് പറഞ്ഞാൽ ഈ പൈസയുടെ വില പോലെ തന്നെ അതിനേക്കാൾ വിലയാണ് വസ്ത്രം. അന്ന് വളരെ കുറവാണ്. ഇന്നത്തെ പോലെ ധാരാളം വസ്ത്രങ്ങളില്ല. അപ്പോൾ ദരിദ്രന്മാർക്ക് വസ്ത്രങ്ങളില്ല. ഈ ശൈത്യകാലം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശൈത്യകാലത്തിൽ വസ്ത്രങ്ങളുടെ ആവശ്യകത എത്രയാണെന്ന് നിങ്ങൾക്ക് നന്നായി എന്നെക്കാട്ടിലും അറിയാം. അപ്പോൾ ശൈത്യകാലത്ത് ഒരു ദരിദ്രൻ തണുത്തു വിറച്ചിരുന്നിട്ട് ഇയ്യോബ് പറയാം, ഞാനത് കണ്ടിട്ട് അവന്റെ അര എന്നെ അനുഗ്രഹിക്കാതിരുന്നെങ്കിൽ, താഴോട്ട് നിങ്ങൾ വായിച്ചാൽ മതി വീട്ടിൽ പോയിട്ട്, എന്റെ വീട്ടിലുള്ള ആടുകളെ രോമം കൊണ്ട് അവന്റെ തണുപ്പ് മാറിയില്ലെങ്കിൽ, ഞാൻ തനിയെ എന്റെ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഞാൻ ഒരുത്തന്റെ അതിരും മാന്തിയിട്ടുണ്ടെങ്കിൽ, വില കൂടാതെ അന്യന്റെ മുതൽ ഞാൻ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആവശ്യക്കാരന്റെ, ഒരു നിസ്സഹായന്റെ സ്വത്ത് ഞാൻ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ അതിര് ഞാൻ മാന്തിയിട്ടുണ്ടെങ്കിൽ, യോബ് പറയുക, സർവശക്തൻ എന്നെ ദണ്ഡിപ്പിക്കട്ടെ, എന്റെ മക്കൾ അതിന്റെ തിക്തഫലം അനുഭവിക്കട്ടെ. തന്റെ ഇടത്തോടെ യോബ് പറയുക, തന്റെ ഇടത്തോടെ. എന്നിട്ട് യോബ് പറയുക, അതിന്റെ താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, എൻ്റെ പൊന്നിൽ ഞാൻ ആശ്രയിച്ചെങ്കിൽ, എന്റെ സമ്പത്തിനെ നോക്കിയിട്ട് ഞാൻ പറയുക, നീയാണ് എൻ്റെ ആശ്രയം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വേറൊരു സംഭവം കൂടെ ഞാൻ പറയാമേ. ഇതിനകത്ത് സൂര്യനെയും ചന്ദ്രനെയും കണ്ടിട്ട് അതിന്റെ 26 സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എൻ്റെ വായ് എൻ്റെ കയ്യെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ, അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ട കുറ്റമത്രേ. അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ. സോറി, ഹല്ലേലൂയ. ഒരു കേൾവി മാത്രം കേട്ട ഇയ്യോബ് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ജീവിച്ചു. ദൈവം അവനെ വ്യക്തമാണല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ, ഞാൻ പറയാൻ കേൾക്കാമല്ലോ? ഇവിടെ എന്തോ ഒരു കാര്യം സംഭവിച്ചത്, പെട്ടെന്ന് എല്ലാം ഒന്ന് മാറിപ്പോയേ, സോറി. അപ്പോൾ ഇയ്യോബ് ഒരു കേൾവി മാത്രം എന്നോ കേട്ടിട്ട് ആ ദൈവത്തിന്റെ മുൻപിൽ ഭക്തിയോടെ ജീവിച്ച ഇയ്യോബിനെ കുറിച്ച് അവന്റെ കഷ്ടതയിൽ ആശ്വസിപ്പിക്കാൻ വന്ന അവന്റെ സ്നേഹിതർ അവന്റെ എതിരെ കുറ്റം, നീ എന്നോ നിന്റെ ഹൃദയം ദൈവത്തെ വിട്ടുപോയിട്ടുണ്ട്, നീ ഈ സൂര്യനെയോ ചന്ദ്രനെയോ നീ ആരാധിച്ചിട്ടുണ്ട്, നിന്റെ കൈ, അതായത്
നമ്മൾ കണ്ടിട്ടില്ലേ ഈ നമ്മുടെ സ്നേഹിതന്മാർ മറ്റ് മതത്തിലുള്ള അവരിങ്ങനെ ഈ വിഗ്രഹങ്ങളെയൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലേ? വിഗ്രഹങ്ങളെയൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ അപ്പം ഇവിടെ ഇയ്യോബ് പറയുകയാണ്, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് കണ്ടിട്ട്, എടാ ദൈവത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനിയും ആ കേൾവി, അന്ന് ഞാൻ കേട്ട കേൾവി അതാണോ ദൈവം, അതോ ഈ കാണുന്ന ഇത്രമേൽ പവറുള്ള ഈ സൂര്യനാണോ ഇനി ദൈവം? കാരണം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ, സൂര്യൻ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പോലും നിലനിൽപ്പില്ല. അപ്പോൾ ഇനി സൂര്യനാണോ ദൈവം, അതോ ഇനി ചന്ദ്രനാണോ ദൈവം എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് ഒരു സമയത്ത് പോലും ഞാൻ അങ്ങനെ എൻ്റെ ഹൃദയത്തിലേക്ക് ചിന്തിക്കുകയോ അതിനെ വണങ്ങി ഞാൻ മുത്തം വെക്കുകയോ ചെയ്തിട്ടില്ല. യോബ് പറയാം, ഞാൻ പറയാം, ഇസ്രായേൽ മക്കളെ കുറിച്ച്, അവർ മരുഭൂമിയിൽ കൂടെ ദൈവത്തിന്റെ മഹാ അത്ഭുത പ്രവൃത്തികൾ കണ്ട് അനുഭവിച്ച്, മന്ന ദൈവം പൊഴിച്ചു കൊടുക്ക്, സ്വർഗീയ ഭക്ഷണം ദൈവം സ്വർഗത്തിന്റെ കിളിവാതിലുകളെ തുറന്നു അവർക്ക് കൊടുത്ത്, അത്ഭുതകരമായി തേയാത്ത ചെരുപ്പിട്ടുകൊണ്ട് പഴകാത്ത വസ്ത്രം ഉടുത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിക്കകത്ത് അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും അല്പസമയം ദൈവത്തെയല്ല, തങ്ങളുടെ നേതാവിനെ കാണാഞ്ഞപ്പോൾ പോലും അവർ എന്ത് ചെയ്തു? കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിട്ട് പറയാ, ഇസ്രായേലേ കേൾക്ക, ഇതാണ് നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമെന്ന് പറഞ്ഞ ഇസ്രായേൽ ജനം. ഓർക്കണം, നിയമമുള്ള ജനം, നിയമം ലഭിച്ച ജനം, കൽപ്പനയായിട്ട് വന്നപ്പോൾ മോശ കണ്ട കാഴ്ചയാ കാളക്കുട്ടിയെ വാർത്തുണ്ടായി. അല്പസമയം മാത്രം ദൈവത്തെയല്ല, കൂടെ നടന്ന തന്റെ നേതാവിനെ കാണാതെ വന്നപ്പോൾ, ഒരു 40 ദിവസം കാണാതെ വന്നപ്പോൾ അവർ ദൈവത്തെ മറന്നു. കേൾക്കണമേ, അവരുടെ പിതാവായിരുന്ന, അവരുടെ പൂർവികനായ ഇയ്യോബ് ഒരു കേൾവി മാത്രം കേട്ടിട്ട് അവന്റെ ഹൃദയം, അവന്റെ ആജീവനാന്തം ചഞ്ചലിച്ചില്ല. അവന്റെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും അയ്യോ ഈ സൂര്യനാണ് ദൈവം അല്ലെങ്കിൽ ഈ ചന്ദ്രനാണ് ദൈവമെന്ന് അവൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. അവൻ അതിനെ വണങ്ങിയില്ല. ഒരു കേൾവി മാത്രം കേട്ടിട്ട് അവൻ ഉറച്ചു നിന്നു, ഈ കേൾവിയെ ഒരു ദിവസം ഞാൻ കാണും. ഹല്ലേലൂയ. യോബ് അവസാനം പറയുന്നുണ്ട്, ഒരു കേൾവി മാത്രം ഞാൻ കേട്ടിട്ടുള്ളു, എന്നാൽ ഞാൻ ഇപ്പോൾ നിന്നെ എന്റെ കണ്ണാൽ കാണുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരിവനാർ. ഹല്ലേലൂയ. യോബുമക്കളെ, ഞാൻ എന്തിനാ യോബിനെ കുറിച്ച് പറഞ്ഞത്? ഇങ്ങനെ ജീവിച്ച ഇയ്യോബിനെ കുറിച്ചാണ് ദൈവം സാക്ഷ്യം പറഞ്ഞത്. ഒരു കേൾവി മാത്രം കേട്ടിട്ട് സമൂഹത്തിൽ, സഭയ്ക്കകത്തല്ല, സമൂഹത്തിൽ, താൻ ആയിരുന്ന ചുറ്റുപാടിൽ പോലും അവൻ പലർക്കും ആശ്രയമായിരുന്നു. അവൻ എന്തിനാ അവർക്ക് ആശ്രയമായെന്ന് അറിഞ്ഞാൽ, അവൻ എന്തിനാണെന്നറിയാം അവർക്ക് ആശ്രയമായത്? ഞാൻ ആ ചെയ്യുന്ന പ്രവൃത്തി കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ ദാസനെ കണ്ടിട്ട് ഇത് പാർക്കേണ്ടതിനുണ്ട്. ഞാനും അവനും, ആരെങ്കിലും കണ്ടു? ഞാനും അവനും എന്നെയും അവനെയും സൃഷ്ടിച്ചത് ഈ ദൈവമല്ലേ എന്ന് ആരെങ്കിലും ആ ഭാഗം കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്നെയും അവനെയും സൃഷ്ടിച്ചവൻ ഈ ദൈവം അല്ലയോ എന്ന് നിങ്ങൾ നോക്കിക്കോ കേട്ടോ. ഈ 31 തന്നെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനല്ലയോ അവനെയും ഉരുവാക്കിയത്. ഹല്ലേലൂയ. മതി മതി മതി. ആ ഭാഗം നിങ്ങളൊന്ന് വായിക്കണേ വീട്ടിൽ പോയി. അത് എത്രാമത്തെ വാക്യമായിരുന്നു? 15. 15. അതിന്റെ മുമ്പിൽ, എന്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും?
അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്തുത്തരം പറയും? ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനല്ലയോ അവനെയും ഉരുവാക്കിയത്? ഉദരത്തിൽ ഞങ്ങളെ നിർമ്മിച്ചത് ഒരുത്തനല്ലയോ? യോബ് പറയുകയാണ്, യോബ് മഹാസമ്പന്നനാ, മഹാധനവാൻ. അവന്റെ വീട്ടിൽ ഉള്ള ദാസനെ കുറിച്ചായി പറയുന്നത്, അല്ലെങ്കിൽ അവൻ പാർക്കുന്ന ദേശത്തുള്ള ദാസനെ കുറിച്ചായി പറയുന്നത്. ഒരു അടിമ, ദാസൻ പറഞ്ഞ അടിമ. ആ അടിമയെ കണ്ടിട്ട് ആ അടിമ അവനിൽ ആശ്രയിച്ചപ്പോൾ, അവന്റെ നേരെ കൈ നീട്ടിയപ്പോൾ, ഈ സമ്പന്നനായ ഇയ്യോബിന്റെ നേരെ ഒരു നേരത്തെ ആഹാരത്തിനോ വസ്ത്രത്തിനോ വേണ്ടി കൈ നീട്ടിയപ്പോൾ ഇയ്യോബിന്റെ ഹൃദയത്തിലേക്ക് വന്ന ചിന്ത എന്താണെന്നറിയാമോ? ഞാൻ ഭക്തനായതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നല്ല. ഇയ്യോബിന്റെ ഹൃദയത്തിൽ വന്ന ചിന്ത, ഇയ്യോബിന്റെ ഹൃദയത്തിൽ വന്ന ചിന്ത എന്താണെന്നറിയാമോ? എന്നെയും അവനെയും സൃഷ്ടിച്ചത് ഒരുവനല്ലയോ? നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനത്തെ ചിന്തകൾ പോകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ചിന്ത പോകുന്നില്ലെങ്കിൽ നാം ഓർത്തോണം, നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ല, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവില്ല. കാരണം യേശുവിന്റെ ആത്മാവാണ് നമ്മിൽ ദൈവം അയച്ചത്. യേശുവിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് അകത്തുള്ളവന് ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകും. ക്രിസ്തുവിന്റെ സ്വഭാവം എന്തായിരുന്നു? ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേൽമുണ്ട്. ദരിദ്രന്മാർക്ക്, കുരുടന്മാർക്ക്, മുടന്തർക്ക്. ആ കാലത്ത് ദരിദ്രന്മാരും കുരുടന്മാരും മുടന്തന്മാരും ദീർഘമായി നിശ്വസിച്ചത് യേശുവിന്റെ മുൻപിൽ മാത്രമേ ഉള്ളൂ. ആ കാലത്ത് ആ 3.5 വർഷമാണ് അവിടെയുള്ള കുഷ്ഠരോഗികൾ, അവിടെയുള്ള ദരിദ്രന്മാർ, അവിടെയുള്ള മുടന്തന്മാർ സന്തോഷിച്ച കാലം. ആ 3.5 വർഷം എങ്ങനെ സന്തോഷിച്ചു? യേശുവിന്റെ അടുക്കൽ അവർ വന്നപ്പോൾ അവർ സന്തോഷിച്ചു. യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷിച്ചു. യേശുവിന്റെ കൂടെ അവർ വന്നപ്പോൾ, അവന്റെ മുഖം കണ്ടപ്പോൾ, യേശുവിന്റെ മുഖം കണ്ടപ്പോൾ, യേശുവിന്റെ സമീപനം അനുഭവിച്ചപ്പോൾ, യേശു അവർക്ക് ആഹാരം കൊടുത്തപ്പോൾ, യേശു അവർക്ക് ഭക്ഷണം നുറുക്കി കൊടുത്തപ്പോൾ, 5 അപ്പം കൊണ്ട് അല്ലെങ്കിൽ അവന്റെ അടുക്കൽ കടന്നു വന്നവരെ എല്ലാം അവൻ പോഷിപ്പിച്ചപ്പോൾ, ആ ഒരു കാലമാണ് ഹല്ലേലൂയ ദരിദ്രന്മാർ വയറു നിറച്ചത്. അതേ ക്രിസ്തുവിന്റെ ആത്മാവിനെ ക്രിസ്തു നമുക്ക് തരുന്നത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, നാം ഇന്ന് കാണിക്കുന്നത് പോലെ ഒരു പാട്ട് പാടുമ്പോൾ അന്യഭാഷ പറയുവാൻ വേണ്ടിയല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഒരു പാട്ട് പാടുന്ന 3ാമത്തെ സ്റ്റാൻസയിൽ അല്ലെങ്കിൽ കൈയടിച്ച് തുള്ളുവാൻ വേണ്ടി, ആരാധനയുടെ നടുവ് തുള്ളുവാൻ വേണ്ടി അല്ല ദൈവം നമുക്ക് ക്രിസ്തുവിന്റെ ആത്മാവിനെ തന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിൽ കൂടെ പുറത്തു വരുവാൻ വേണ്ടിയാണ്. ക്രിസ്തുവിന്റെ ആത്മാവിനെ നമുക്ക് തന്നത് എന്തിനാണെന്നറിയാമോ? ലോകം നമ്മിൽ കൂടെ ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടിയാണ്. നാം എന്താ ചെയ്യുന്നത്? നമ്മുടെ ഭക്തി എവിടെ വരുമ്പോഴാ? നമ്മുടെ ഭക്തി എവിടെ വരുമ്പോഴാ? നമ്മുടെ ഭക്തി ആരാധനാലയത്തിൽ വരുമ്പോഴല്ലേ? ആരാധനാലയത്തിൽ വരുമ്പോൾ പോലുമല്ല, പ്രാർത്ഥിക്കുമ്പോഴല്ലേ? കർത്തൃമേശയുടെ മുൻപിലല്ലേ നമ്മളുടെ ഭക്തി വെളിവാകുന്നത്? ഹല്ലേലൂയ. അല്ലെങ്കിൽ പാസ്റ്ററുടെ മുൻപിൽ വരുമ്പോഴല്ലേ നമ്മുടെ ഭക്തി വെളിവാകുന്നത്? പാസ്റ്ററുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവവൈതലിനെ ചേർക്കുവാനല്ല നമ്മുടെ കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. ആരാധനയുടെ നടുവിൽ അന്യഭാഷ പറയുന്ന ഒരു വിശ്വാസിയെ ചേർക്കുവാനല്ല നമ്മുടെ കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. അവൻ വരുന്ന ആരെ ചേർക്കാനെന്നറിയാമോ? അല്ലേ, ജാതികളുടെ നടുവിൽ, ഹല്ലേലൂയ, ജാതികളുടെ നടുവിൽ അല്ല അവനെ വെളിപ്പെടുത്തുന്ന അവന്റെ ആത്മാവുള്ളവനെ ചേർക്കുവാനാ കർത്താവ് വരുന്നത്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഒരു കേൾവി മാത്രം കേട്ട ഇയ്യോബ്, ഒരു കേൾവി മാത്രം കേട്ട ഇയ്യോബ് ഒരു പുരുഷായുസ് മുഴുവൻ അവൻ ദൈവഭക്തിയോടെ ജീവിക്കാൻ അവന് കഴിയുമെങ്കിൽ, സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്ത നമുക്ക് ആ ആത്മാവിനെ പ്രാപിച്ച് എത്ര ഈസിയായിട്ട് അവന്റെ ഇഷ്ടം ചെയ്യുവാൻ കഴിയും. ദൈവമക്കളെ, എന്താണ് നമുക്ക് ഇന്ന് ദൈവേഷ്ടം ചെയ്യുവാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ഇല്ലാത്തത് കൊണ്ടാണ്. നാം വിചാരിക്കുന്നു നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ നാം സ്നാനപ്പെട്ട എപ്പോഴോ ദൈവത്തിന്റെ ആത്മാവ് വന്നു, അത് അകത്തുണ്ടെന്ന നമ്മുടെയൊക്കെ ധാരണ. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് ആരും എടുക്കല്ലേ. ഞാൻ തിരുവചനം ആണ് ഇവിടെ പ്രസംഗിക്കുന്നത്, തിരുവചനമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ടോ? അതോ നമ്മുടെ ആത്മാവ് മാത്രമാണോ? അതോ ദുരാത്മാവാണോ നമ്മുടെ അകത്തെന്ന് നാം ശോധന ചെയ്യണം. ഞാൻ ആരെയും വിധിക്കുകയല്ല. ഹല്ലേലൂയ. തിരുവചനം വായിച്ചപ്പോൾ, തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇടപെട്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എൻ്റെ ദൈവജനത്തോട്, എൻ്റെ സ്നേഹിതരോട് ഞാൻ പങ്കുവെക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് ദൈവം തന്നത് എന്തിനാണെന്നറിയാമോ? നാം സകല സത്യത്തിലും വഴി നടന്ന് നാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് നാം ആ കർത്താവിന്റെ സന്നിധിയിലെത്ത നിത്യജീവനെ പ്രാപിക്കുവാൻ വേണ്ടിയാ. നമ്മൾ അതല്ലേ വായിച്ചത്? നമ്മൾ അങ്ങനെയല്ലേ വായിച്ചത്? റോമാലേഖനത്തിൽ നമ്മൾ അങ്ങനെയല്ലേ വായിച്ചത്? റോമാലേഖനം 8-ാം അധ്യായം, നിങ്ങൾ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. എന്തിനാണ് ആത്മാവിനെ ദൈവം നമുക്ക് തന്നത്? എന്താണ് ആത്മാവിന്റെ പ്രത്യേകത? എന്താണ് ആ ആത്മാവിന്റെ പ്രത്യേകത? അത് സത്യത്തിന്റെ ആത്മാവാണ്. ആ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആ സത്യത്തിന്റെ ആത്മാവ്, ആ ദൈവത്തിന്റെ ആത്മാവിന് പോലും സ്വയമായി, ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ആ ദൈവത്തിന്റെ ആത്മാവിന് പോലും സ്വയമായിട്ടൊരു തീരുമാനമില്ല. ആ ദൈവത്തിന്റെ ആത്മാവ് പോലും താൻ കേൾക്കുന്നതാണ് നമ്മോട് പറയുന്നത്. ആ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ആത്മാവ് പോലും തന്നെ അയച്ചവന് കീഴ്പ്പെട്ട് നിൽക്കുമ്പോൾ താൻ കേൾക്കുന്നത് മാത്രം പറഞ്ഞ്, അതായത് പിതാവിന്റെ ഇഷ്ടം ചെയ്ത് നമ്മെ വഴി നടത്തുവാൻ വേണ്ടിയാണ് ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് അയച്ചത്. എന്നാൽ ആ ആത്മാവുണ്ടെന്ന് പറയുന്ന നാം ആരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്? നാം സത്യത്തിൽ നമ്മുടെ ഇഷ്ടമല്ലേ ചെയ്യുന്നത്? നമുക്ക് നല്ലതെന്ന് തോന്നുന്നതല്ലേ നാം പലപ്പോഴും ചെയ്യുന്നത്? നമുക്ക് ശരിയെന്ന് തോന്നുന്നതല്ലേ നാം പലപ്പോഴും ചെയ്യുന്നത്? ഞാനൊരു കാര്യം പറയാം, നമുക്ക് ശരിയെന്ന് തോന്നുന്നതും നമ്മുടെ ഇഷ്ടം നാം പലപ്പോഴും ചെയ്യുമ്പോഴും നമ്മുടെ മുൻപിലേക്ക് ദൈവം തന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം അയച്ച ദരിദ്രന്മാരും കുരുടന്മാരും വിധവകളും നിരാശയോടെ പലപ്പോഴും മടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മിൽ അയച്ച പരിശുദ്ധാത്മാവിന് സ്നേഹമില്ല. അതെന്തോ പരിശുദ്ധാത്മാവ? ദൈവം നമ്മിൽ അയച്ച പരിശുദ്ധാത്മാവിന് മറ്റൊരു ആവശ്യക്കാരന്റെ കണ്ണിലെ കണ്ണുനീര് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അകത്തുള്ള ആത്മാവ് ഏത് ആത്മാവാണെന്ന് നാം തന്നെ വിചിന്തനം ചെയ്യണം. നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിട്ടും നമുക്ക് നമ്മുടെ സഹോദരനോട്, അല്ലെങ്കിൽ ഭാര്യയോട്, അല്ലെങ്കിൽ ഭർത്താവിനോട്, പാസ്റ്ററിനോട്, അമ്മയോട്, അപ്പനോട്, മക്കളോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ അകത്തുള്ള ആത്മാവ് ഏത് ആത്മാവാണെന്ന് നാം തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ അവൻ നമ്മെ സത്യത്തിൽ നടത്തുവാനായിട്ട്,
ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു അമ്മ കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരായ കുഞ്ഞിനെ പരിപാലിക്കുമ്പോൾ, ഒരമ്മ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുമ്പോൾ, ഒരമ്മ ആ കുഞ്ഞിനെ കൂടെ നടന്നു വരുന്ന നടപ്പൊക്കെ തുടങ്ങിയ കുഞ്ഞ്, നടപ്പിലേക്ക് ആ സ്റ്റെപ്പ് വെക്കുന്ന കുഞ്ഞിന്റെ അടുക്കൽ ഒരമ്മ നിൽക്കുന്നത് ആ കുഞ്ഞ് അറിയാതിരിക്കുമോ? ഒരിക്കലുമില്ല. ആ കുഞ്ഞിനറിയാം, ആ കുഞ്ഞിന്റെ ശ്രദ്ധ എപ്പോഴും അമ്മയിലായിരിക്കും. ആ കുഞ്ഞൊരു വീഴുമ്പോൾ അമ്മയെ നാം വിളിക്കും. നമ്മളും പലപ്പോഴും പണ്ട് വിളിച്ച വിളിയാ ഇപ്പോഴും അറിയാതെ പലരും വിളിക്കും. ഒന്ന് കാലിടറുമ്പോൾ അമ്മേ, അത് ആ പണ്ട് വിളിച്ച വിളിയാ. അത് അമ്മ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാ. നാം വീണു പോകാതിരിക്കുവാൻ ദൈവമായി ഈ അമ്മയെ നമുക്ക് തന്നത്. നാം പിച്ച വെക്കുമ്പോൾ ഈ അമ്മയെ ദൈവമാണ് നമുക്ക്, നാം വീണു പോകാതിരിക്കാൻ ദൈവമാണ് നമുക്ക് തന്നത്. അപ്പോൾ ഈ കുഞ്ഞ് അമ്മയെ അറിയാതിരിക്കുമോ? ഒരു തോന്നലാണോ അമ്മ? അമ്മയൊരു തോന്നലാണോ മക്കളെ, ദൈവമക്കളെ? അമ്മയൊരു തോന്നലാണോ? അപ്പനൊരു തോന്നലാണോ? നമ്മെ സകല സത്യത്തിലും വഴി നടത്തുവാൻ വേണ്ടി ദൈവം അയച്ച പരിശുദ്ധാത്മാവ് അകത്തുണ്ടോ ഇല്ലോ എന്നൊരു തോന്നലല്ല. അതുണ്ടെങ്കിൽ അതിന് നാം തിരിച്ചറിഞ്ഞിരിക്കണം, എന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്. ആ ആത്മാവ് നമ്മോട് സംസാരിക്കും. റോമാലേഖനത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദൈവനെ സംസാരിച്ചപ്പോൾ ഈ ഭാഗം എടുത്ത എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നുകൊണ്ട് ഞാൻ ആ ഭാഗം, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുകയാണ്, 8:16, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നുവെന്ന്. അതായത് നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും നാം ദൈവത്തിന്റെ മക്കളെന്ന്. അപ്പം നമ്മോട് ദൈവം പറയുന്നില്ലേ? നമ്മുടെ അകത്തുള്ള ആത്മാവ് നമ്മോട് മന്ത്രിക്കുന്നില്ലേ? നമ്മുടെ അകത്തുള്ള ആത്മാവ് നാം പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മോട് സംസാരിക്കുന്നില്ലെങ്കിൽ ഉറപ്പായി നാം മനസ്സിലാക്കണം, വിശ്വസിക്കണം, നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇല്ല. പാപം ചെയ്യുവാൻ സാഹചര്യം വരുമ്പോൾ ആ പാപം നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അതിനെതിരെ ഒരു വാദം നടക്കുന്നില്ല എങ്കിൽ, നമ്മെ വിലക്കുന്ന ഒരു ശബ്ദം അകത്ത് നിന്ന് കേൾക്കുന്നില്ല. നമ്മുടെ മനസാക്ഷിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അകത്ത് നിന്ന് നമ്മുടെ ആത്മാവോട് സംസാരിക്കുന്ന ഒരു ശബ്ദം, ഒരു സത്യത്തിന്റെ ശബ്ദം, ഒരു നരകഭീതിയുടെ തോന്നൽ, ഒരു കാൽവറി സ്നേഹത്തിന്റെ ആഴം ഒരു പാപത്തിന്റെയും നമ്മുടെയും ഇടയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവില്ല എന്ന് നാം മനസ്സിലാക്കണം. നരകഭയം പോട്ടെ, ആ കാൽവറി സ്നേഹത്തെക്കുറിച്ച്, ആ ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നില്ല എങ്കിൽ നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവില്ല. പ്രാപിച്ചോണം, കാത്തിരുന്ന് പ്രാപിച്ചോണം, നെടുമ്പാട് വീണ് പ്രാപിച്ചോണം. കാരണം ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിനുള്ളവൻ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. യേശു വരുന്നത് തന്നിക്കുള്ളവരെ ചേർക്കുവാനാ, തന്റെ ആത്മാവുള്ളവരെ ചേർക്കുവാൻ വേണ്ടിയാ. ആർക്കാണ് ദൈവം ആത്മാവിനെ പകരുന്നറിയാമോ? ആർക്കാ ദൈവത്തിന്റെ ആത്മാവിനെ പകരുന്നറിയാമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവന് വേണ്ടിയല്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ നമ്മൾ വായിച്ചു ആർക്കാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് വേണ്ടിയല്ല. അങ്ങനെ പറയുമ്പോൾ ഞാൻ ദുരുപദേശം പറഞ്ഞു എന്ന് ആരും പറയരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം കൊടുക്കുന്നത്. എന്നാൽ സ്നാനപ്പെടുന്നതിന് മുമ്പേയും ദൈവം ആത്മാവിനെ കൊടുത്തവരുണ്ട്. സ്നാനപ്പെട്ടതിന് ശേഷം ആത്മാവിനെ കൊടുത്ത്, സ്നാനപ്പെട്ടപ്പോൾ ആത്മാവിനെ കൊടുത്തവരുണ്ട്. സ്നാനപ്പെട്ടിട്ട് ഈ കാലം വരെയും ആത്മാവിനെ പ്രാപിക്കാത്തവരുമുണ്ട്. അപ്പോൾ ആർക്കാ ദൈവത്തിന്റെ ആത്മാവെന്ന് അറിയാമോ? അവന്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്നവർക്ക് വേണ്ടിയാ ദൈവത്തിന്റെ ആത്മാവ്. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് വേണ്ടിയാ ദൈവത്തിന്റെ ആത്മാവ്. അതാ യേശു പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞാൽ എന്റെ അഭിപ്രായമല്ല കേട്ടോ.
യോഹന്നാൻ 14 യേശു പറയാ, 14 യേശു ഇപ്രകാരം പറയാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ അയക്കുമെന്ന്. സ്നാനം വേണ്ടെന്നോ മാനസാന്തരപ്പെടണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞ അതേ അർത്ഥത്തിലേ എടുക്കാവൂ. നമ്മളുടെയൊക്കെ ഒരു ധാരണയുണ്ട്, അയ്യോ ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ കർത്തൃമേശ എടുക്കുന്ന, അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്തുള്ളത്. നോ, അതല്ല കണ്ടീഷൻ. എന്താ കണ്ടീഷൻ എന്നറിയാമോ? കണ്ടീഷൻ എന്താണെന്നറിയാമോ? അവന്റെ വചനം അനുസരിക്കുന്നവന് വേണ്ടിയാ ദൈവത്തിന്റെ ആത്മാവ്. അത് അവന്റെ കർത്താവിന്റെ വചനം അനുസരിക്കുക എന്ന് ആരാന്നറിയാമോ? ഈ വചനം അനുസരിക്കുന്നുണ്ടോ എന്ന് ആരാന്നറിയാമോ ശോധന ചെയ്യുന്നത്? ഈ വചനം തന്നെ ശോധന ചെയ്യും. ഈ വചനം എങ്ങനെയാ ശോധന ചെയ്യുന്ന അറിയാമോ? ഈ വചനം എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. ദൈവത്തിന്റെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെന്നിട്ട് നമ്മുടെ ഹൃദയത്തിലെ ഭാവങ്ങളെയും ചിന്തനങ്ങളെയും വിവേചിക്കുമെന്ന്. എടാ, നീ ഈ പറഞ്ഞ കൽപ്പന, നീ കർത്താവെ നീ എന്റെ രക്ഷിതാവും കർത്താവും ആകുന്നു എന്ന് പറഞ്ഞത് ശരിയായിട്ടാണോ എന്ന് പറയുന്നതെന്ന് ശോധന ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ വചനം തന്നെ അകത്ത് കയറി ശോധന ചെയ്യുന്നത്. എന്തിനാ ഈ വചനം ശോധന ചെയ്യുന്നറിയാമോ? ഈ വചനം അങ്ങോട്ട് പിതാവിനോട്, ഈ വചനം പിതാവിനോട് ഓക്കെ പറയും. വചനം പറയും, പിതാവേ ഈ ഹൃദയത്തിനകത്ത് മുഴുവൻ ഈ വചനം ചെന്നു, ഇവൻ പറഞ്ഞത് പൂർണ്ണ മനസ്സോടെയാ, അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ തക്കവണ്ണം ഇവന്റെ ഹൃദയം അല്ലെങ്കിൽ വചനത്താൽ കഴുകപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ വചനം എന്ത് ചെയ്യും? അല്ലെങ്കിൽ സാക്ഷീകരിക്കും. വചനം സാക്ഷീകരിക്കും. വചനം അങ്ങ് കഴുകും. അവന്റെ ദുഷ്ടഹൃദയം വചനം കഴുകിയിട്ട് പരിശുദ്ധാത്മാവിന് അതിനകത്ത് വസിക്കുവാൻ തക്കവണ്ണം ഹൃദയം അങ്ങോട്ട് രൂപാന്തരപ്പെടും. അവിടെയാ പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുന്നത്. അവിടെ മാത്രമേ പരിശുദ്ധാത്മാവിന് ഇരിക്കുവാൻ കഴിയത്തുള്ളൂ. പിന്നെ ആ പരിശുദ്ധാത്മാവ് അവനെ വീണ്ടും മുൻപോട്ട് നടത്തും സകല സത്യത്തിന്. കാരണം അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുടനെ സ്വർഗത്തിലേക്ക് പോവുകയല്ല, ദുഷ്ടത നിറഞ്ഞ ഈ ഭൂമിയിൽ തന്നെയാ വസിക്കുന്നത്. ദുഷ്ടന്റെ അധീനതയിലുള്ള ഈ ഭൂമിയിൽ തന്നെയാണ് വസിക്കുന്നത്. ഈ ജഡത്തിൽ തന്നെ, രൂപാന്തരപ്പെടാത്ത ഈ ജഡത്തിൽ തന്നെയാണ് വസിക്കുന്നത്. അപ്പോൾ അവന് പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടിയേ തീരൂ. കാരണം ഇവനെ വിഴുങ്ങുവാൻ വേണ്ടി സാത്താൻ അലർന്ന സിംഹം എന്ന വണ്ണം ഊടാടി സഞ്ചരിക്കുമ്പോൾ ആ സാത്താനേക്കാൾ ശക്തിയേറിയ ആത്മാവ് അകത്തിരുന്നു കൊണ്ട് ഇവനെ സകല സത്യത്തിലും വഴി നടത്തുകയാ. അങ്ങനെ എവിടെ വരെ കൊണ്ട് എത്തിക്കുക? നിത്യജീവങ്കലേക്ക് അവനെ എത്തിക്കുക. നിത്യജീവങ്കലേക്ക്. അങ്ങനെ മാത്രമേ ഒരു വ്യക്തിക്ക് നിത്യജീവനിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവാത്മാവിനാൽ നടന്ന്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച്, ദൈവാത്മാവിനാൽ മാത്രം. ഞാൻ പറയട്ടെ, ഇതൊക്കെ പറയുമ്പോഴത്തേന് അയ്യോ ദൈവാത്മാവിനെ പ്രാപിച്ചാൽ മാത്രമേ ദൈവപ്രസാദം ഉണ്ടാകത്തുള്ളൂ, അങ്ങനെ ദൈവത്തെ അനുസരിച്ചാൽ മാത്രമേ നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയത്തുള്ളൂ ദൈവമക്കളെ. അങ്ങനെ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞതല്ല, എന്റെ അഭിപ്രായമല്ല. വിശുദ്ധ തിരുവെഴുത്താണ് ഞാൻ വായിച്ചത്. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവന് ദൈവത്തിന് ആത്മാവിനെ തരും. ആ ആത്മാവിനെ വീണ്ടും തുടർന്നുള്ള ജീവിതത്തിൽ ആ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആ ആത്മാവ് ചുമ്മാതെ മൗനമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്ന ആത്മാവല്ല, നമ്മോട് സംസാരിക്കുന്ന ആത്മാവാ. എടാ, ഇത്ര വലിയ പദ്ധതിക്ക് വേണ്ടി അയച്ച ആത്മാവ് അവിടെ കിടന്ന് ഉറങ്ങത്തില്ല. നമ്മളായി ഈ ഡ്യൂട്ടിക്കിടയ്ക്ക് കിടന്ന് ഉറങ്ങുന്നത്. ദൈവത്തിന്റെ ആത്മാവും ക്രിസ്തുവും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വന്നതൊന്നും അലസരല്ല. ദൈവത്തിന്റെ സന്നിധി വന്ന ആത്മാവ് എന്നും സംസാരിക്കുന്ന ആത്മാവാ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വന്ന യേശു 33 തിരുവയസ്സ് വരെ ശക്തമായിട്ട് തന്റെ ദൗത്യം പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ ദൈവത്തിന്റെ ദൂതന്മാരും അല്ലെങ്കിൽ മുകളിൽ നിന്ന് വന്നിട്ട് ദൈവത്തിന്റെ ഹിതം മാത്രം ചെയ്തിട്ട് കയറി പോകുമായിരുന്നു.
എടാ, യേശു ദൈവത്തിന്റെ ഹിതം ചെയ്തു, ദൂതന്മാർ ദൈവത്തിന്റെ ഹിതം ചെയ്തു, പിന്നെ ഈ പരിശുദ്ധാത്മാവ് മാത്രം വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങുകയാണെന്നാണോ? ഒരിക്കലുമില്ല. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് ഉണർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാ, അത് ചെവി ഓർക്കുന്ന പരിശുദ്ധാത്മാവാ, നമ്മുടെ പിതാവിന്റെ സന്നിധിയിൽ നമ്മെ കൊണ്ട് എത്തിക്കുവാൻ വേണ്ടി ദൈവം അയച്ച പരിശുദ്ധാത്മാവാ. ആ ദൈവം നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി അയച്ച പരിശുദ്ധാത്മാവാ. നമ്മുടെ ആത്മാവിനോട് സംസാരിച്ചിട്ട്, ദേ നോക്ക്, പാപം ചെയ്യരുത്, പാപം ചെയ്യുന്നവനിൽ അല്ലെങ്കിൽ ഈ പിതാവിന് പ്രസാദമില്ല, അതുകൊണ്ട് നീ പാപം ചെയ്യരുത്. അയ്യോ, പാപം ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല, അയ്യോ ആത്മാവെ പാപം ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല, ഞാൻ ബലഹീനനാ. അയ്യോ, നീ ബലഹീനനായതുകൊണ്ടാ ബലവാനായ എന്നെ നിന്റെ അകത്തേക്ക് അയച്ചത്. എന്റെ കയ്യിലോട്ട് പിടിച്ചോ, ഞാൻ നിന്നെ സകല സത്യത്തിലും വഴി നടത്താം. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന പരിശുദ്ധാത്മാവ്, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവത്തിന്റെ മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടോ എന്നുള്ള നാം ഒന്ന് പരിശോധിക്കണം. എങ്ങനെ പരിശോധിക്കണം? പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കുന്നുണ്ടോ? നാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണോ ജീവിക്കുന്നത്? ഈ വചനം അനുസരിച്ചാണോ ജീവിക്കുന്നത്? ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണോ നമ്മുടെ അകത്ത്? ക്രിസ്തുവിന്റെ ആത്മാവാണെങ്കിൽ നാം പരസ്പരം സ്നേഹിക്കും. ക്രിസ്തുവിന്റെ ആത്മാവാണെങ്കിൽ ഒരു സാധുവിനോട് നമുക്ക് മനസ്സലിവ് തോന്നും. ക്രിസ്തുവിന്റെ ആത്മാവാണെങ്കിൽ നമുക്കുള്ള സമ്പത്ത് കൊണ്ട്, നമുക്കുള്ളതിനകത്ത് ഒരു ഷെയർ കൊണ്ട് യോബിനെ പോലെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റും. യോബ് പറയാ, അവനും ഞാനും എന്റെ ദൈവത്തിന്റെ മകനല്ലേ? ഞാൻ ചോദിക്കട്ടെ, യോബ് പറയാ, അവനെയും എന്നെയും സൃഷ്ടിച്ചത് ഈ ദൈവമല്ലേന്നെ? അവനെയും എന്നെയും സൃഷ്ടിച്ച ദൈവമല്ലേ? സമയം തീർന്നു, 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ളു. ഞാൻ ആ സമയത്ത് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അവനെയും എന്നെയും സൃഷ്ടിച്ചത് ഈ ദൈവം തന്നെ അല്ലേന്ന് യോബ് പറയുക. അപ്പോൾ ഈ ദൈവത്തിന് എന്തുകൊണ്ട് ഈ യോബിനെയും ആ ദാസനെയും ഒരുപോലെ സമ്പന്നനാക്കാൻ പറ്റത്തില്ലായിരുന്നോ? എന്തുകൊണ്ട് യോബിനെ ധനവാനും ആ ദാസനെ ദാസനായിട്ടും ദൈവം സൃഷ്ടിച്ചു? എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. യോബ് നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ. ഈ ഭക്തന്റെ അടുക്കലേക്ക് ദൈവം ഈ ദാസനെ അങ്ങോട്ട് പറഞ്ഞയക്കും. എന്തിനാണെന്നറിയാം? ഇവൻ ഭക്തൻ തന്നെയാണോ എന്ന് ദൈവത്തിന് തെളിയിക്കണം. ആരുടെ മുമ്പിൽ? ഈ യോബിനെ കുറ്റം ചുമത്തുവാൻ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന ഒരുവനുണ്ട്. ഇവൻ ചുമ്മാതെ ഇവൻ നിന്നെ സേവിക്കും, ചുമ്മാതാ ഇവന് സമ്പത്തെ കൊടുത്തുകൊണ്ടാ നിന്നെ ഇവൻ എന്നൊക്കെ പറയുവാൻ ഒരപവാദി, ഹല്ലേലൂയ, ഒരപവാദി ഈ യോബോ ഈ ദാസനോ അറിയാതെ യോബിനെതിരെ കുറ്റം ചുമത്തുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന ഒരുവനുണ്ട്. അവന്റെ മുൻപിൽ എന്റെ ദൈവത്തിന് തെളിയിക്കണം, ഇവൻ എന്റെ പുത്രൻ തന്നെയാ. കണ്ടോടാ അവന്റെ പ്രവൃത്തി, കണ്ടോടാ അവന്റെ പ്രവൃത്തി. അവന് ഞാൻ കൊടുത്തത് കൊണ്ട് എന്റെ മറ്റ് സൃഷ്ടിയെ അവൻ സഹായിക്കുന്നത് കണ്ടോടാ. അവന് ഞാൻ കൊടുത്തത് കൊണ്ട് അവൻ അവന്റെ തലമുറയ്ക്ക് വേണ്ടി മാത്രം വെച്ചേക്കുകയല്ല, ഹല്ലേലൂയ, അവന്റെ അടുക്കൽ വരുന്നവരിനും അവൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും അവനെ അനുഗ്രഹിക്കും, അവന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. നീതി പ്രവർത്തിക്കുന്നവനാ നീതിമാൻ. നീതി പ്രവർത്തിക്കുന്നവൻ നീതിമാൻ. നീതി പ്രവർത്തിക്കുന്നവനാ നീതിമാൻ. ഹല്ലേലൂയ. നീതി പ്രവർത്തിക്കുന്നവൻ നീതിമാൻ. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോട് കൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായുവെന്ന് നീ കാണുന്നില്ലയോ? അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവൻ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ളത് തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേരും പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് കാണുന്നു. വെറും വിശ്വാസം മാത്രം പോരാന്ന്. അയ്യോ, ഞാൻ വിശ്വാസിയാ, ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, അയ്യോ ഞാൻ ഉപവസിക്കുന്നവനാ, ഞാൻ ദൈവത്തിന് പ്രധാനം കൊടുക്കുന്നവനാ, ഞാൻ കാരണമാ സഭയുള്ളത്, ഞാൻ കാരണമാണ് പാസ്റ്റർ കഞ്ഞി കുടിച്ചു പോകുന്നത്. ജർമ്മനിയിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, നാട്ടിലെ കാര്യമാ. ഞാൻ ഉള്ളത് കൊണ്ടാ, ഞാൻ ദശാംശം കൊടുക്കുന്നത് കൊണ്ടാ എന്നൊക്കെ ഞാൻ വിശ്വാസിയെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാ. ഏതാണ് പ്രവൃത്തി?
ക്രിസ്തു ചെയ്ത പ്രവൃത്തി. നാം ക്രിസ്തുവിനോടാണ് അനുരൂപമായി തീരാൻ പോകുന്നത്. ക്രിസ്തുവിനോട് അനുരൂപമായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ചത്. ആകയാൽ ഹല്ലേലൂയ, അവന്റെ വരവ് ഏറ്റവും അടുത്ത ഈ കാലത്ത്. ഞാൻ ഇന്നലെ ഒരു ദൈവദാസനോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം സംസാരിച്ചപ്പോൾ കോട്ടയത്ത് വെച്ച് മെഡിക്കൽ കോളേജിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, ദേവദാസനെ, ഈ ഒരു കാലം പോലെ നമ്മുടെ ശൗലിന്റെ ദൈവശബ്ദം ഇല്ലാഞ്ഞൊരു കാലമില്ലേ? ശമൂവേൽ ജനിച്ച ആ കാലഘട്ടം, ആ കാലം 1 ശമൂവേൽ ഇല്ലാത്ത ദൈവവചനം ദുർലഭമായിരുന്നു. ദൈവം മൗനമായിട്ടിരുന്ന ഒരു കാലം. ആരുടെ കാലമായിരുന്നു അത്? ഏലിയുടെ കാലം. ഏലിയുടെ കാലത്തെ പോലെ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ, ഏലിയുടെ കാലം പോലെ ദൈവം മൗനമായിട്ടിരുന്ന ഒരു കാലമാണോ ഇത്? ഒന്ന് ചിന്തിക്കണമേ. ദൈവം നമ്മോട് ഇടപെടുന്നുണ്ടോ? ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? നമ്മുടെ സഭയിൽ നടക്കുന്നുണ്ടോ? പ്രവാചകന്മാർ കടന്നു വന്നിട്ട്, എന്നോട് ക്ഷമിക്കണമേ, ഒരു 2 മിനിറ്റ് ഇവിടെ പറഞ്ഞിട്ടേ ഞാൻ നിർത്തത്തുള്ളൂ. പ്രവാചകന്മാർ കടന്നു വന്നിട്ട് എന്താണ് പറയുന്നത് നമ്മോട്? പ്രവാചകന്മാർ കടന്നു വന്നിട്ട് ജർമ്മനിയിൽ നല്ല സാലറി ഉള്ള നിങ്ങളോട് പറയുന്നതും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ജർമ്മനിയിൽ നിന്നെ അമേരിക്കയിലേക്ക് അയക്കുമെന്നല്ലേ പ്രവാചകൻ വന്ന് പറയുന്നത്? നിനക്ക് വീട് ഉണ്ടാകുമെന്നല്ലേ പറയുന്നത്? അല്ലാതെ നിന്റെ അന്ത്യം എന്താകും എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഒരു പ്രവാചകനെങ്കിലും? നിന്റെ അവസാനം എവിടെയായിരിക്കുമെന്ന് ഒരു പ്രവാചകനെങ്കിലും ഈ കാലത്ത് നമ്മോട് പറയുന്നുണ്ടോ? നീ മടങ്ങി വരണം, നീ പാപത്തിൽ നിന്ന് മടങ്ങി വരണം, നിന്റെ ഈ ജീവിതത്തിൽ നീ മടങ്ങി വരണമെന്ന് ഒരു പ്രവാചകനെങ്കിലും ഇന്ന് പറയുന്നുണ്ടോ? എന്താണ് പ്രവാചകന്റെ ശുശ്രൂഷ? അവൻ ദൈവത്തിൽ നിന്ന് കേട്ട് മനുഷ്യനോട് പറയുന്നവനാ. എന്താ ദൈവം പ്രവാചകന്മാരെ പഴയതും പുതിയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകന്മാരെ അയച്ചത് എവിടേക്കാ? പിന്മാറിപ്പോയ ജനത്തിന്റെ അടുക്കലേക്കാ പ്രവാചകനെ അയച്ചത്. ഇന്ന് പ്രവാചകന്മാരുടെ ശുശ്രൂഷ ഞാൻ കണ്ട് മടുത്തൊരു വ്യക്തിയാ. ഞാൻ വചനവിരുദ്ധതയല്ല പറയുന്നത്. നിങ്ങൾ ഒരു മന്ദബുദ്ധികളെ പോലെ പ്രവാചകന്മാരുടെ മുമ്പിൽ ഇരിക്കരുതേ. ഹല്ലേലൂയ. നിങ്ങൾ ആരും അങ്ങനെ ഇരിക്കരുതേ. നാളത്തെ നമ്മുടെ ഭാവിയെ കുറിച്ച് പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു, നിന്റെ അവസ്ഥ മാറ്റാൻ പോകുന്നു, ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു, നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. ഇതല്ല പ്രവചനം. നിന്റെ തലമുറ ദൈവസന്നിധിയിൽ നാളെ കാണുമോ? നീ നാളെ ദൈവസന്നിധിയിൽ കാണുമോ? അവന്റെ വരവിൽ നീ എടുക്കപ്പെടുമോ? അവന്റെ രാജ്യത്ത് നീ കാണുമോ എന്ന് പറയുന്ന പ്രവാചകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണ് ദൈവത്തിന്റെ പ്രവാചകൻ. അല്ലാത്ത പ്രവാചകനൊന്നും ദൈവത്തിന്റെ പ്രവാചകൻ അല്ലേ. അവൻ ഈ ലോകത്തിന്റെ പ്രവാചകനാ. അവന്റെ അകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ ആത്മാവല്ല. അവൻ ഈ ബൈബിൾ ആയിരിക്കും പ്രസംഗിക്കുന്നത്, അവൻ ഈ യേശുവിനെ ആയിരിക്കും പ്രസംഗിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അവനെ എന്റെ ദൈവത്തിന് അറിയത്തില്ല. എന്റെ ദൈവം അവനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പറയും, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവനെ എന്നെ വിട്ടു പോകുമെന്ന് തീർത്തു പറയുമെന്നാണ് എന്റെ യേശു പറഞ്ഞത്. കോടിക്കണക്കിന് സമ്പാദിച്ചാലും ഈ ശ്വാസം തിരിച്ചെടുത്തില്ല എങ്കിൽ നാം ഇവിടെ ഉണ്ടാക്കിയ എല്ലാ കോടികളും ഇവിടെ ആരൊക്കെയോ അനുഭവിക്കും. നിങ്ങളെല്ലാം നാട്ടിൽ വീടുകൾ ഉള്ളവരാണല്ലോ, സമ്പത്തുള്ളവരല്ലേ? അവിടെ ചെറിയൊരു ഭൂമി ഉലുക്കം ഉണ്ടായിട്ട് നിങ്ങളെല്ലാം ഈ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞാൽ, നിങ്ങൾ ഈ ഉണ്ടാക്കി ഇവിടെ നിങ്ങളുടെ പുരുഷായുസ് മുഴുവൻ വിയർപ്പൊഴുകി കഷ്ടപ്പെട്ടതൊക്കെ ആരൊക്കെയോ അനുഭവിക്കും.
പക്ഷെ ഞാനൊരു കാര്യം പറയാം, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ സമ്പത്തോട് കൂടെ അവന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ ആത്മാവിനെ അകത്ത് അല്ലല്ല കുടിയിരുത്തിക്കൊണ്ട് അവന്റെ ഇഷ്ടം ചെയ്താൽ എല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ജീവൻ ഈ ഭൂമിയിൽ അസ്തമിച്ചാലും നിങ്ങൾ കണ്ണ് അടച്ചിട്ട് തുറക്കുന്നത് അവന്റെ മുഖം കണ്ടുകൊണ്ടാണ്. ദൈവദാസന്മാർ പാടിയല്ലോ, ഹല്ലേലൂയ ഹല്ലേലൂയ, അവൻ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാ. ഏത് കണ്ണുനീരാ? ഇന്നത്തെ പ്രശ്നത്തിന്റെ കണ്ണുനീരല്ല തുടയ്ക്കുന്നത്. ഇന്നത്തെ പ്രശ്നത്തിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പ്രശ്നങ്ങൾ ഹല്ലേലൂയ അവൻ മാറ്റും, അത് ഹല്ലേലൂയ. എന്നാൽ ആ കണ്ണുനീരിനെ കുറിച്ചല്ല പറഞ്ഞത്. ദൈവം താൻ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടയ്ക്കും. എവിടുത്തെ കണ്ണുനീരാണെന്നറിയാമോ? ഹല്ലേലൂയ എന്നേക്കുമുള്ള കണ്ണുനീരിനെ കുറിച്ചാ പറഞ്ഞത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ദൈവമക്കളെ, നമ്മൾ വിദ്യ കൊണ്ട് നമ്മൾ സമ്പന്നരാ, സമ്പത്ത് കൊണ്ട് സമ്പന്നരാ. എന്നാൽ ആത്മീയ വിഷയത്തിൽ നാം പലപ്പോഴും മന്ദബുദ്ധികളാകുക. ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതിന് കൈയടിച്ച് ആമേൻ പറയുന്ന വെറും മന്ദബുദ്ധികളായി മാറുന്ന വിദ്യാസമ്പന്നരാ ഇന്നത്തെ പെന്തക്കോസ്തുകാർ. ഹല്ലേലൂയ. നമുക്കുള്ള സമ്പത്ത് എന്തായിരിക്കണം? ഹല്ലേലൂയ, ദൈവവചനത്തിൽ നാം സമ്പന്നരായിരിക്കുക. ആരും നമ്മെ തെറ്റിച്ച് കളയരുത്, ആരും നമ്മുടെ വിരുദ്ധ തെറ്റിക്കരുത്, ആരും നമ്മെ റോങ് ഡയറക്ഷനിലേക്ക് നയിക്കരുത്. അത് പിശാചിന്റെ ഏജന്റുകളാണ്. മനസ്സിലാക്കി ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെച്ച്, നമുക്കൊന്നും ഉണ്ണുവാനും ഉടുക്കുവാനും അല്ല, അടുത്ത തലമുറയ്ക്കും കൂടെ ഉണ്ട്. എന്നാലെങ്കിലും നാളത്തെ ഭാവിയെ ഓർത്തൊന്ന് ടെൻഷൻ അടിക്കാതെ അവന്റെ കൽപ്പന ഏറ്റവും ഇഷ്ടപ്പെട്ട് അവന്റെ ആത്മാവാണോ അകത്തുള്ളതെന്ന് മനസ്സിലാക്കി ഈ ആവശ്യമില്ലാത്ത പ്രവചനത്തിന്റെ പുറകെ പോകാതെ ദൈവത്തിന്റെ ശബ്ദം, നമ്മെ തിരുത്തുന്ന ദൈവത്തിന്റെ ശബ്ദം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജയകരമായ ഒരു ജീവൻ നയിക്കുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. എന്നെ വീണ്ടും ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ദൈവസഭയോട്, ദൈവദാസന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ട് സകലമാനവും മഹത്വവും പുകഴ്ചയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട്, ദൈവമക്കളെ മറക്കരുത് ഈ പറഞ്ഞ വചനമൊന്നും. മറക്കാതെ വൈകിട്ട് പോയി കിടക്കുമ്പോൾ, കഴിച്ചിട്ടൊക്കെ പോയി കിടക്കുമ്പോൾ ഇന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് സംഗ്രഹിച്ചിട്ട് അകത്ത് ഏത് ആത്മാവാണെന്നൊന്ന് ചിന്തിച്ചിട്ട്, ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം നമ്മിൽ ഉണ്ടാകും. അല്ല, ദുഷ്ടന്റെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അകത്ത് ദൈവാത്മാവല്ല, ദുഷ്ടന്റെ ആത്മാവാ. അതിനെ മാറ്റിയിട്ട് ദൈവാത്മാവിനെ പ്രാപിക്കും വരെയും അവന്റെ സന്നിധിയിൽ നെടുമ്പാട് വീട് കരഞ്ഞോണം. ദൈവവചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലെ നാം തള്ളപ്പെട്ടു പോകും.